അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് കാണിച്ചുള്ളത് ബാക്ക് ടു സ്കൂൾ അങ്ങനത്തെ വീഡിയോ ആയിട്ടാണ്. നമ്മളോട് കുറെ ആൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമന്റിലൊക്കെ ബാക്ക് ടു സ്കൂളിന്റെ വീഡിയോ ഇടുക. അത് നമ്മൾ എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി പൊതിയിടുന്ന അങ്ങനത്തെ ഒക്കെയാണ്. അപ്പോൾ അന്നൂസിന്റെ വാട്ടർ ബോട്ടിലൊക്കെയാണിത്. അപ്പൊ അന്നൂസിന്റെ എല്ലാം പൊതിയെല്ലാം ഇട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അന്നോ അഞ്ച് ഫൈസാന്റെ ഒക്കെയാണ് ഇടുന്നത്. അന്നൂസിന്റെ ബുക്ക് എല്ലാം പൊതിയെല്ലാം ഇട്ട അന്നൂസിന്റെ ഫസ്റ്റ് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് എല്ലാം. അപ്പൊ അന്നൂസിന്റെ വാട്ടർ ബോട്ടില് ഇതെല്ലാം വാങ്ങിയിട്ടുണ്ട്. ആ ബാഗെല്ലാം ബുക്കെല്ലാം പൊതിയെല്ലാം ഇട്ടല്ലോ. ഇനി ഇതെല്ലാം കാണിച്ചു കൊടുക്ക് അന്നൂസ. എനിക്ക് എന്തെല്ലാം വാങ്ങിയതെല്ലാം കാണിച്ചാ ടിപ്പിയതാ. ഇന്റെ ഇത് ടിപ്പിയെല്ലാം ഇട്ടിട്ടുണ്ടെന്ന് ഇത് വാങ്ങിയിട്ടില്ലല്ലോ അല്ലേ? അത് വാങ്ങണല്ലോ അല്ലേ? ആ ഇത് ഫുഡെല്ലാം ഇട്ടിട്ട് കൊണ്ടുവന്ന്. ആ സ്പൂണെല്ലാം ഉണ്ടല്ലേ? മുന്തിരി അതല്ല ഇല്ല, അതില് ഫുഡല്ല ഉണ്ട്. ക്രയോൺ ഉണ്ട്. വാവ്, അതെല്ലാം പോക്കിനല്ലേ? അതെല്ലാം പണിയാക്കുന്നുണ്ടല്ലേ? പൊതിയെല്ലാം നല്ല ഉഷാറാക്കിട്ട് ഇട്ടിട്ടുണ്ട്. അല്ല ശരിക്കും വെക്കണേ അന്നൂസ? അതെല്ലാം ഉഷാറാ. എല്ലാം നല്ലോണം വെക്കും അല്ലേ? അന്നു ഇന്റെ ബുക്കെല്ലാം ആരെങ്കിലും എന്തെങ്കിലും ഫാത്തിമയിൽ എന്തെങ്കിലും ആക്കുന്നുണ്ടോ നോക്കണേ. ഇനി ശരിക്കും വെക്കണേ ബുക്കെല്ലാം. വാട്ടർ ബോട്ടിലല്ലേ ഇവിടെ? വാട്ടർ ബോട്ടിൽ കാണിച്ചു കൊടുക്ക് അന്നൂസേ. അങ്ങനെ തുറക്കും എന്നിട്ട് അങ്ങനെ വെള്ളം കുടിക്കും അല്ലേ? എല്ലാം ഇനി എല്ലാം വേഗം തന്നെ വെക്കണേ. അത് കാണിച്ചു കൊടുത്തിട്ടില്ലല്ലോ. ടിഫിൻ ബോക്സ് അതാണ്. ഇതെല്ലാം അന്നൂസ് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് പോകുന്ന എടുത്തിരിക്കാം. മോയല് എല്ലാം ഉണ്ടല്ലേ? ഇതെല്ലാം അന്നൂസ് തന്നെ ഇഷ്ടപ്പെട്ടിട്ട് തന്നെ എടുത്താണ്. അന്നൂസിന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിയ ബാഗാണ്. നമ്മള് ഫസ്റ്റ് പോയ ഷോപ്പിൽ നിന്നൊന്നും എടുക്കാണ്ട് പിന്നെ രണ്ടാമത് പോയ ഷോപ്പിൽ നിന്ന് അപ്പൊ അന്നൂസിന്റെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ബുക്ക് പൊതിയെല്ലാം ഇട്ടിട്ട് എല്ലാം കഴിഞ്ഞല്ലോ. അന്നൂസിന്റെ എല്ലാം വേഗം തന്നെ വെച്ചെന്നാല് അന്നൂസിന്റെ ബോക്സ് ഞാൻ എടുത്തു കൊടുക്കാം. അന്നൂസിന് ഞാൻ ബോക്സ് ദുബൈയിൽ നിന്ന് വരുമ്പോ കൊണ്ടുവന്നിട്ടില്ല. ആ അപ്പൊ ഫൈസാനെല്ലാം എന്റെ ബുക്ക് കിട്ടുന്ന തിരക്കിലാണ്. ഫാത്തിമന്റെ കഴിഞ്ഞാ കൊറേ എല്ലാം ഇട്ടിട്ടുണ്ട് പൊതിയെല്ലാം. ആ ഇതെല്ലാം പൊതിയെല്ലാം നമ്മൾ അങ്ങനെ തന്നെ മിഠായി തെരുവെന്ന് തന്നെ വാങ്ങിയാണ്. ഒരു റോള് തന്നെ അതിന്റെ വീഡിയോയിലും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാം പറഞ്ഞിട്ടുണ്ട് ഈ റോള്. ആ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോയിൽ കണ്ടാൽ മതി. എല്ലാം നമുക്ക് നല്ല വില കുറവിന് തന്നെ കിട്ടിയതാണ് എല്ലാ ഐറ്റംസ് എല്ലാം. ആ ക്വാളിറ്റി ഉള്ള സാധനമാണ്. ക്വാളിറ്റി ഒന്നും കുറവൊന്നുമില്ല. എല്ലാവരും പറയും മിഠായി തെരുവെന്ന് വാങ്ങി ക്വാളിറ്റി ഒന്നും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾക്ക് നല്ല ബാഗെല്ലാം നല്ല ക്വാളിറ്റി തന്നെ കിട്ടിയത്. ഇതെല്ലാം നല്ല ക്വാളിറ്റി തന്നെ ഉണ്ട്. നല്ല ഇതെല്ലാം ഫാത്തിമാന്റെ എല്ലാം ബാഗ് എവിടെ? ആ ഫാത്തിമാന്റെ ഫൈസാന്റെ എല്ലാം നല്ല 2 സിബല്ലായിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ പൊതി തന്നെ വലിയ റോളിന് 100 ഉറുപ്പിക ആയിട്ടുള്ളൂ. ഇവിടെ പാനൂര് നമ്മളെ തലശ്ശേരിയെല്ലാം അന്വേഷിച്ചാൽ അതിനെല്ലാം നല്ല റേറ്റ് ആണ് ഇവിടെയെല്ലാം. ഫൈസാനെ ബുക്കൊന്നും അധികം നിലത്തിട്ടിട്ട് ഇതാക്കല്ല കേട്ടോ. നിലത്തിട്ടിട്ട് അങ്ങനെ നമ്മള് പഠിക്കുന്ന ബുക്കല്ലേ, നിലത്തിട്ടിട്ട് അധികം കളിക്കാം. അത് നമുക്ക് മേശമേല ഇവർക്ക് സൗകര്യം ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് എടുക്കുന്നതാണ് ബുക്ക്. അങ്ങനെ നിലത്തൊന്നും വെക്കരുത്. ഫാത്തിമ ബുക്കെല്ലാം മേശമേലൊക്കെ എടുത്ത് നോക്കണേ. അന്നൂസിന്റെ ഷൂ ഇതാ. ഷൂ കാണിച്ചു കൊടുക്കേ. അന്നൂസിന്റെ ഷൂ അതാ. നല്ല ഒത്ത ഷൂ അല്ലേ? ഇട്ട ബുക്കെല്ലാം കൈമേല വെക്കട്ടെ, ഷോഫേമേല വെക്കണേ, നിലത്ത് വെക്കറേ. ആ ഫാത്തിമാന്റെ ബാഗ് ഇതാണ്. ഓ ആ ഫാത്തിമാക്ക് എല്ലാവർക്കും അവരവരെ ഇഷ്ടപ്പെട്ട അവർ തന്നെ സെലക്ട് ചെയ്തിട്ട് എടുത്താണ് വാട്ടർ ബോട്ടിൽ അല്ലേ? അതെല്ലാം നല്ല ക്വാളിറ്റി എല്ലാം ഉണ്ട്. നല്ല പുറത്തെല്ലാം ഇന്ത്യൻ ക്വാളിറ്റി ഉണ്ട്. എന്റെ ഷൂസ് എല്ലാം നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെയല്ല എടുത്തഞ്ഞി.
എല്ലാവരും അവരവർക്ക് ഇഷ്ടപ്പെട്ട തന്നെ എടുപ്പിച്ചിട്ട് അങ്ങനെ എന്നാലും ഒരു പ്രശ്നം വരൂലോ. ഫാത്തിമന്റെ ഷൂസൊക്കെ അല്ല ഇവിടെ എല്ലാം നമ്മൾക്ക് അന്വേഷിച്ചിട്ട് നല്ല റേറ്റാ പറഞ്ഞത്. അതാ നമ്മൾ പിന്നെ മീഠായി തെരുവിൽ തന്നെ പോയിട്ട് എടുക്കാന്നുള്ള തീരുമാനിച്ചേ. വാവ്, കറക്റ്റ് ആണല്ലേ. പൗച്ച് അപ്പൊ അന്യൂസിന്റെ ക്രയോൺസ് ആണ് ഇത്. ഇതെന്തിനാ അന്യൂസ് വാങ്ങിയത്? പഠിക്കാൻ. എന്തിനാ ഇത്? എന്തിനാ ഉപയോഗിക്കുക ഇത്? എഴുതാനല്ലേ? ഇത് ചിത്രം വരയ്ക്കാനല്ലോ. മുട്ടായെല്ലാം അതെല്ലാം ഉണ്ട്. മുട്ടായി അതെല്ലാം കളിക്കാനല്ല, ഇനി ചിത്രം വരക്കണം. ടീച്ചർ പറയുമല്ലോ. അപ്പൊ അന്യൂസിന് ഞാൻ കൊണ്ടുവന്ന ബോക്സ് കാണിച്ചു കൊടുക്ക്. അന്യൂസിന് ബോക്സ് കാണിച്ചു കൊടുക്ക്. അന്നൂസിന്റെ അടുത്ത് കൊടുത്തിട്ടില്ല. എന്താ വെച്ചാല് അന്യൂസ് അപ്പോഴത്തേക്ക് 2 പീസ് ആക്കിട്ട് വെക്കും. അതുകൊണ്ട് ഞാൻ എന്റെ തന്നെ വെച്ചിട്ട് ഇപ്പൊ കൊടുത്താണ്. ഒരു ബോക്സ് ഉണ്ടേനോ, അത് ദേഷ്യം മുടിച്ചൊരു ചാടിട്ട് ഓടിച്ചു. ഒന്നും റിപ്പയർ ഒന്നും ആക്കറേ. ഇത് ആച്ചിക്കാക്കൊണ്ടന്നെ, ഇത് ബാപ്പ ഉണ്ടെന്നെയാ. അന്ന് കൊണ്ടുവന്ന് ആച്ചിക്കാക്കൊണ്ടെന്ന്. ഇനി എന്റെ പെൻസില് ഇതെല്ലാം ഇതില് വെച്ചാ മതി കേട്ടാ. അത് തുറന്നിട്ട് കാണിച്ചു കൊടുക്ക്. തുറന്നിട്ട് കാണിക്കറ എനിക്ക്. ഓക്കെ. നല്ല മണം. അത് ദുബൈന്റെ ആണ്. അപ്പൊ അതൊന്ന് പോക്കി കളറേ. അതിന് അപ്പൊ അന്നൂസിന്റെ ബുക്ക് ഇതാ. ഇതിലാണ് ക്രയോൺ കൊണ്ട് ഇത് വരക്കല് കേട്ടാ. ടീച്ചർ ഹോംവർക്ക് തരുമ്പോ ഇതിലാണ് ഇനി വരക്കണ്ട കേട്ടാ. ഇതെല്ലാം ചിത്രം വരക്കണം കേട്ടാ. ഇതിലെല്ലാണ് ചിത്രം വരക്കണ്ട. ഇത് ഇങ്ങോട്ടാവും അപ്പൊ അന്നൂസിന്റെ എല്ലാം ബുക്കെല്ലാം അതില് ഓന്റെ ബാഗിൽ തന്നെ എടുത്ത് വെച്ചാട്ടെ. എല്ലാം മിസ്സായി പോകും. അന്നൂസിന് അറിഞ്ഞൂടല്ലോ. അന്നൂസിന് എത്ര ബുക്കാ? 7 ബുക്കും പിന്നെ 5 നോട്ട് ബുക്കാ. അതെല്ലാം അതിൽ തന്നെ വെക്ക്. എല്ലാം റെഡിയാക്കിട്ട് അതിൽ തന്നെ വെച്ചോട്ടെ. സ്ലൈറ്റ് പെൻസില്, സൈക്കിളല്ല, സ്ലൈറ്റ് പെൻസില്. അല്ല, ബോക്സിൽ ഇട്ടിട്ട് ബോക്സ് അടക്കം അതിൽ വെക്ക്. അന്നൂസിന്റെ ബുക്കെല്ലാം അതിൽ തന്നെ വെപ്പിച്ചു കൊടുക്ക്. ബോക്സ് അവിടെ വെച്ചിട്ടുണ്ടല്ലേനോ, ബാഗിൽ വെച്ചിനാ. എല്ലാം അതിലിട്ട് കൊടുക്ക്. അതെ, ഇതെല്ലാം ലഞ്ച് ബോക്സ് എല്ലാം മര്യാദക്ക് എടുത്ത് വെക്ക. അതില് അന്നോ അതൊന്നും പൊളിച്ചിട്ടിടണ്ട. അപ്പൊ ക്രയോൺസ് എല്ലാം അങ്ങനെ തന്നെ അതിൽ വെച്ചോ. ബോക്സ് പൊട്ടിക്കണ്ട. അതിൽ തന്നെ. അപ്പൊ നമുക്ക് നെയിൽ സ്ലിപ്പ് എല്ലാം നമുക്ക് ആക്റ്റീവ് പ്ലാനറ്റ് പോയാൽ അവിടെ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് കിട്ടീനു. അത് തന്നെ നമ്മള് ഇട്ട് ഒട്ടിക്കുകയെല്ലാം ചെയ്യുന്ന എല്ലാവർക്കും കിട്ടീന്. ആക്റ്റീവ് പ്ലാനറ്റ് പോയാൽ അവിടെ നിന്ന് നമ്മള് എല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോ അവർ അവിടെ നിന്ന് ഗിഫ്റ്റ് ആയിട്ട് തന്നീനു എല്ലാവർക്കും. അന്നൂസിനെ ഏതെല്ലാം എഴുതിയിട്ട് പഠിപ്പിച്ചിന്. എനിക്കും കിട്ടീനല്ല. എന്റെ ബുക്ക് മലല്ലേ ഇതെന്നെ ഒട്ടിച്ചേ. അടിച്ചു കയറി അപ്പൊ എന്റെ ബുക്കെല്ലാം അതില് വെച്ചിന് അന്നൂസിന്റെ കേട്ടാ. എല്ലാം അതില് വെച്ചോ. അപ്പൊ ഫാത്തിമാന്റെ പൊതി ഇട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഫാത്തിമാന്റെ ഇനിയും കുറെ ഉണ്ട്. ബുക്ക് തുറന്നാലാണ് ഫാത്തിമാന്റെ ഫുൾ ബുക്കെല്ലാം കിട്ടും. അപ്പൊ ഉള്ള ബുക്കിനെല്ലാം ഇട്ടിട്ട് റെഡിയാക്കിട്ട് വെക്കുന്നതാണ്. ഫാത്തിമയും ഫൈസാനും തന്നെയാണ് പൊതിയെല്ലാം ഇട്ടിട്ട് റെഡിയാക്കുന്നത്. പേപ്പറെല്ലാം അടിച്ചിട്ട് നല്ല വൃത്തിയിൽ തന്നെ ചെയ്യുന്നുണ്ട്. അപ്പം ബുക്ക് ഇനി ഇങ്ങനെ നിലത്ത് വെച്ചിട്ട് ചെയ്യല കേട്ടാ. ടേബിൾ മേലെ അവർക്ക് ഒരു ഹൈറ്റിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് അതാ പിന്നെ ഞാൻ നിലത്ത് നെയ്യുന്നത്. നിലത്ത് വെച്ചിട്ട് ബുക്ക് ഇതാക്കാൻ പാടില്ല. അത് കാണുമ്പോൾ തന്നെ ഒരു ഇതില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോ നിങ്ങളെ ബുക്ക് ഇതെല്ലാവരും എല്ലാം റെഡി ആയില്ല. ഇനിയൊന്നുമില്ലല്ലോ. കിറ്റ് വാങ്ങലെല്ലാം ഉള്ളു. ഇനി ബാക്കിയൊന്നും ഇല്ലല്ലോ. അപ്പോ കിറ്റും കൂടി വാങ്ങിയാൽ ഇവരെ എല്ലാം ആയി. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ അപ്പൊ അന്നു ഇപ്പം തന്നെ ഓനിക്ക് ഫസ്റ്റ് തന്നെ പോകണമെന്നെല്ലാം പറഞ്ഞിട്ട് ഇപ്പം തന്നെ പറയുന്നുണ്ട്. പക്ഷെങ്കിലേ എല്ലാം കണ്ടറിയണം. തുറന്ന് പോകാൻ തുടങ്ങിയാല് നല്ല ആയി.
ആ ഇപ്പൊ നല്ല ഉഷാറിൽ പറയുന്നില്ലുണ്ട് എനിക്ക് ബുക്കെല്ലാം എടുത്തിട്ട് പോണമെന്നല്ലോ. അന്നൂസേ എന്താ സ്കൂള് ഫാത്തിമാന്റെ തുറന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് എന്റെ ഉണ്ടാകുക. അന്ന് രണ്ടിനും അവർക്ക് ഹിന്ദി ഇത്ര ദിവസം കഴിഞ്ഞാൽ തോന്നും. എന്റെ 4 ദിവസം കഴിഞ്ഞിട്ടുണ്ടാകുക കേട്ടാ. അപ്പൊ ഓളൊക്കെ തുറന്നിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുണ്ടാകും. ഇല്ല ഓളും ഉണ്ടാവും, പക്ഷെ 2 ദിവസം കഴിഞ്ഞിട്ട് അതിന്റെ ഉണ്ടാകാം. ഓക്കെ, അതൊന്നും പ്രശ്നം ഉണ്ടാകാറേ. അല്ല ഇപ്പൊ ഇന്നലെയെല്ലാം പറയുന്നുണ്ട് എനിക്ക് ഇത്താത്തന്നെ ഒക്കെ തന്നെ പോണെന്നാണ്. ഈ ഉഷാർ തന്നെ എപ്പോ ഉണ്ടാവണോ കേട്ടാ. അന്നു സ്കൂളിൽ പോകാനൊന്നും മടിയൊന്നും ഉണ്ടാകാറ് കേട്ടാ. എപ്പോ പോണേ? ആ ഉഷാറായിട്ട് പോണോ. ഓക്കെ, അപ്പൊ നമ്മളെ വീഡിയോ തയ്യാറെടുപ്പിന്റെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.